ഇത് ശിക്ഷയിലൂടെ തീരുന്നതല്ല. അതിന്റെ ആവശ്യമില്ല ശരിക്കും പറഞ്ഞേ. ജനങ്ങൾ പ്രതികരിക്കണം അതിനകത്ത്. മാതാപിതാക്കളും ശ്രദ്ധിക്കണം കുട്ടികളെ. Feel the freshness. Feel the softness. DQ 78 TFM Grade 1 Soap. കലാലയങ്ങൾ പഠിക്കേണ്ട ഒരു ഇടമാണ്. നമ്മുടെ സ്വഭാവങ്ങൾ വളർത്തിയെടുക്കേണ്ട സ്ഥലമാണ്. അവിടെ മരണങ്ങൾ നടന്നാൽ, അവിടെ റാഗിങ് നടന്നാൽ, കൊലപാതകങ്ങൾ നടന്നാൽ, അല്ലെങ്കിൽ കൊലപാതകത്തിന് അനുകൂലമായ കാര്യങ്ങൾ നടന്നാൽ നമ്മൾ എന്ത് ചെയ്യും? പഠിക്കാൻ പോകുന്ന സമയത്ത് പഠനം തന്നെയാണ് കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത്. എന്താണ് അവിടെ നടക്കുന്നത്? റാഗിങ് കാരണം ഒരു ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. അടുത്ത ജീവൻ നഷ്ടപ്പെടുന്നതിന് മുന്നേ ശക്തമായ ഒരു അവയർനെസ് അവരുടെ ഇടയിലേക്ക് കൊടുക്കണം. ഇത് നിരോധിക്കപ്പെടേണ്ടതാണ്. നിയമം അത് കർശനമായി തന്നെ ഇടപെടേണ്ടതാണ്. നമുക്കിതിനെക്കുറിച്ച് ജനങ്ങളോട് ചോദിക്കാം. ജനങ്ങളുടെ അഭിപ്രായം എന്താണ്? കുറിച്ച് ഒന്ന്, ഈ തലമുറയ്ക്ക്, ഈ പുതിയ ന്യൂ ജനറേഷൻ എന്ന് പറയുന്നവര് അവർ പ്രാക്ടീസ് ചെയ്യണത് അരാഷ്ട്രീയവാദം. അപ്പൊ അങ്ങനെ വരുമ്പോൾ അരാഷ്ട്രവാദികളായിട്ടുള്ള ആളുകൾക്ക് സമൂഹത്തിനോട് യാതൊരു പ്രതിബദ്ധത ഉണ്ടാവില്ല. പിന്നെ ജനറേഷന്റെ മാറ്റം എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു 60% പേരും 25 വയസ്സ് തികക്കുന്നില്ല. ഒന്നുമില്ലെങ്കിൽ ആത്മഹത്യ, അല്ലെങ്കിൽ മയക്കുമരുന്നിന് അടിമ, അല്ലെങ്കിൽ അവർ ക്രിമിനലായിട്ട് ദുർഗുണപരിഹാര പാഠശാലയിലോ അവിടെ എവിടെയെങ്കിലും ജീവിതാവസ്ഥ. ന്യൂ ജനറേഷനിൽ വരുന്ന മാറ്റം കാരണവന്മാർക്ക് പോലും ഇപ്പോഴത്തെ നിയമത്തിന്റെ പരിധി വളരെ വലുതായതും കൂടുതൽ സൂക്ഷ്മമായിട്ട് നിയമം മറ്റുള്ളവർക്ക് അറിയാവുന്നതും കൊണ്ട്, ഈ പുതിയ തലമുറയ്ക്കും അറിയാവുന്നത് കൊണ്ട് അവർ പരമാവധി ഇത് മിസ്യൂസ് ചെയ്യും. അത് അവരുടെ സ്വാതന്ത്ര്യമാക്കി മാറ്റിക്കൊണ്ട് വീട്ടിലെ പേരൻസിന് തന്നെ അവരെ ശിക്ഷിച്ച് തിരുത്താൻ കഴിയുന്നില്ല. പൊതുസമൂഹം ഈ വിഷയത്തിന് ഒരു കുട്ടിയെ ഒരു അച്ഛനോ അമ്മയോ വഴക്ക് പറഞ്ഞാൽ, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന തെറ്റിന് ഒരു ശിക്ഷ കൊടുത്താൽ പൊതുസമൂഹം ഒന്നാകെ ബാലപീഡനമൊന്നും അതനുസരിച്ച് വരുന്ന ആ നിയമത്തിന്റെ നിയമം നല്ലത് തന്നെ, അതിന് തർക്കമൊന്നുമില്ല. പക്ഷെ ആ നിയമത്തിനെ ഈ തലമുറ മിസ്യൂസ് ചെയ്യുന്നത്, അത് തന്നെയാണ് ഇതിന്റെ അപചയം. ഇത് ശിക്ഷയിലൂടെ തീരുന്നതല്ല. ഇത് അവയർനെസിന്റെ ഒരു പ്രശ്നം തന്നെയാണ്. ഇപ്പോഴത്തെ ഒരു തലമുറ മൊബൈലിൽ നോക്കി, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ വരുന്ന ഫേക്ക് ആയിട്ടുള്ള സംഭവങ്ങൾ, അതേപോലെ തന്നെ ആ സിനിമയായിട്ട് കാണാൻ ഇന്നത്തെ തലമുറയ്ക്ക് കഴിയുന്നില്ല. അതൊരു കലയാണെന്നും അതേ കൂടി സമൂഹത്തിൽ പഠിക്കേണ്ടതുണ്ടെന്നും മനസ്സിലാകുന്നില്ല. അതിന് പകരം വയലൻസ് അനാവശ്യമായിട്ട് കുത്തിക്കയറ്റി കേവലം ഒരു കൊമേഴ്ഷ്യൽ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം സിനിമകൾ ഇറങ്ങുന്നു. അത് നന്നായിട്ട്, സിനിമ എന്ന് പറയുന്ന മാധ്യമം നന്നായിട്ട് മനുഷ്യനെ സ്വാധീനിക്കുന്നത് തന്നെയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതിനകത്തെ കൂടിയൊക്കെ കുറെ നിയന്ത്രണമൊക്കെ ഈ സെൻസർ ബോർഡുള്ള പോലുള്ള സ്ഥാപനങ്ങൾ ചെയ്യാവുന്നതാണ്. മറിച്ച് സെൻസർ ബോർഡ് നല്ല കാര്യങ്ങൾ പറയുന്ന സാധനത്തിനൊക്കെ സെൻസർ ചെയ്യുകയും ഈ വയലൻസ് പോലുള്ള സാധനങ്ങളെ കാണാണ്ട് ഈ സമൂഹത്തിലേക്ക് ഇറക്കി വിടുകയും ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവുന്ന രീതിയിലാണ്, മാനസികമായും ഫിസിക്കലായും. അതിന്റെ ആവശ്യമില്ല ശരിക്കും പറഞ്ഞേ. റാഗിങ് അത് ഭയങ്കര, ഇപ്പൊ ഞാൻ ഇന്നലെ ന്യൂസ് കണ്ടത്, അപ്പൊ ഭയങ്കര വിഷമകരമായിട്ട് തോന്നി. അത് റാഗിങ് ഒഴിവാക്കണം. ഒരുപാട് കുട്ടികളുടെ ജീവൻ നഷ്ടപ്പെട്ടു പോകണ്ടിങ്ങനെ, അതുകൂടാതെ ആവശ്യമില്ലാത്ത പീഡനങ്ങൾ ഒരുപാട് സഹിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിർത്തലേണ്ടതാണ്. കർശനമായ നിയമമല്ല, അത് ചെയ്യുന്ന ആൾക്കാർക്ക് നല്ല നടപടി വരണം. കാരണം സ്കൂളിൽ ഒരു പരിധി ആയിരിക്കും സ്കൂൾ അതിലൊക്കെ അറിയേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം അവർ സ്കൂളിന്റെ മാനം പോകാതിരിക്കാൻ വേണ്ടി പുറത്തുവരാതിരിക്കുന്നതാണ് തോന്നുന്നു. റാഗിങ് നിരോധിക്കേണ്ടതാണ്. കുട്ടിയുടെ ഭാവിയല്ലേ, കുട്ടിയുടെ ഭാവിയല്ലേ നിരോധിച്ചു കളയണം. പാടില്ല ഒരിക്കലും. ഇതേപോലെ ഒരുപാട് കുട്ടികൾ ഇതേപോലെ ഇതിനിരയാവത്തില്ലേ? 15 വയസ്സുള്ളൂ. ജനങ്ങൾ പ്രതികരിക്കണം അതിനകത്ത്. ഈ റാഗിങ് എടുത്ത് കളയാൻ സമയം കഴിഞ്ഞില്ല. എത്ര ഇതായി. കൺട്രോൾ ചെയ്യണം. എന്തായാലും മോശമാണ്. മാതാപിതാക്കളും ശ്രദ്ധിക്കണം, കുട്ടികളെ അധ്യാപകരും ശ്രദ്ധിക്കണം. അധികം അഴിഞ്ഞാടാൻ വിടരുത്. അതന്നെ പറയാനുള്ളൂ. ഇപ്പോഴത്തെ തലമുറ പിള്ളേരൊക്കെ വഷളായി പോകുന്നത് ഇതുപോലുള്ള സാഹചര്യങ്ങൾ മനുഷ്യനെ ആപ്പാടെ വേദനിപ്പിക്കുന്നതാണ്. ഇവിടെ തന്നെ കളമശ്ശേരി തന്നെ എടുത്തു കഴിഞ്ഞാൽ ഈ ബസ്സുകാർ തന്നെ ആൾക്കാരെ കയറ്റാതെയും വളരെ ടെൻഷനോടുകൂടിയാണ് പിള്ളേർ സ്കൂളിലേക്ക് പോകുന്നത്. അപ്പം നമ്മുടെ ഭാഗത്തുനിന്ന്, ജനങ്ങളുടെ ഭാഗത്തുനിന്നും കുറേ ഇതൊക്കെ വേണം. 100% ശിക്ഷ കൊടുക്കണം. അവൻ്റെ ഗൾഫിലെ പോലെ, സൗദി അറേബ്യ പോലെ ചെയ്യേണ്ടതാണ്.